നിലമ്പൂരിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൊട്ടിത്തെറിയിലേക്ക്. ആര്യാടൻ ഷൗക്കത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയതിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തി. ഷൗക്കത്ത് പ്രാദേശികമായ എതിർപ്പുള്ള സ്ഥാനാർത്ഥി എന്ന വിലയിരുത്തലുമുണ്ട് കോൺഗ്രസിനുള്ളിൽ. ഏതായാലും വിവരങ്ങളുമായി കെ.ജി. സ്വാലിഹ് ചേരുകയാണ് നിലമ്പൂരിൽ നിന്ന്. സ്വാലി, ഇപ്പോൾ യു.ഡി.എഫിന്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നടത്തി പ്രചരണം ആരംഭിച്ച് ഫസ്റ്റ് ലാപ്പിൽ ലീഡെടുക്കാം എന്നതായിരുന്നല്ലോ. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ കോൺഗ്രസിനുള്ളിൽ വലിയ പ്രതിസന്ധികൾ രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണോ? ഈ എതിർപ്പുകളെ മറികടന്നുകൊണ്ടാണ് ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി എത്തിയതെന്നാണോ മനസ്സിലാക്കേണ്ടത്? പ്രാദേശികമായി തന്നെ പിന്തുണയില്ലാത്തയാളാണ് ഷൗക്കത്ത് എന്ന വിലയിരുത്തലും കോൺഗ്രസിൽ ഒരു വിഭാഗത്തിനുണ്ടോ? മനു, തീർച്ചയായും ഇന്ന് വലിയ തർക്കങ്ങൾക്കിടെയാണ് യു.ഡി.എഫിന്റെ പര്യടന പരിപാടി ആരംഭിച്ചത്. അത് നിലമ്പൂർ മുക്കട്ട ജുമാ മസ്ജിദിൽ ആര്യാടൻ മുഹമ്മദിന്റെ ഖബറിടത്തിൽ സന്ദർശിച്ചാണ് ഇന്ന് പ്രചാരണം ആരംഭിച്ചത്. വി.എസ്. ജോയി ഇന്ന് രാവിലെ തന്നെ ഈ പള്ളിയിൽ ഇതിന്റെ ആരംഭം കുറിക്കുമ്പോൾ വി.എസ്. ജോയി ഒപ്പമുണ്ടായിരുന്നു. പക്ഷേ ജില്ലയിലെ വി.എസ്. ജോയിയെ പിന്തുണക്കുന്ന KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് A.P. അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ ഈ ജില്ലയിലുണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്നിട്ടും തൊട്ടടുത്തുള്ള നിലമ്പൂരിലേക്ക് ഈ പരിപാടിയിലേക്ക് വന്നതേയില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കോൺഗ്രസിന്റെ ജില്ലയിലെ മുതിർന്ന നേതാക്കൾ ആരും തന്നെ ഈ പരിപാടിയിലേക്ക് എത്തിയിരുന്നില്ല. എന്നാൽ പ്രചരണം തുടങ്ങുന്ന ആദ്യ ദിവസം തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ വിട്ടുനിന്നു അല്ലേ? തീർച്ചയായും സ്വാഭാവികമായും ഇന്ന് രാവിലെ ഇന്നലെ വൈകുന്നേരത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുന്നു. ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഖബറിടത്തിൽ പോയി കാണുന്നു. അതിനുശേഷം ഇന്നത്തെ ഷെഡ്യൂള് കാന്തപുരം A.P. അബൂബക്കർ മുസ്ലിയാരെ സന്ദർശിക്കുക, പാണക്കാട് വീട്ടിൽ സന്ദർശനം നടത്തുക, ഇതൊക്കെയാണ് ഇന്നത്തെ ഷെഡ്യൂളുകളുള്ളത്. അത് കഴിഞ്ഞ് 3 മണിക്ക് മണ്ഡലം കൺവെൻഷനുമുണ്ട്. കൺവെൻഷനിൽ KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവൊക്കെ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ഈ പരിപാടി കോൺഗ്രസ്സുകാർ, അത് പ്രത്യേകിച്ച് ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണക്കുന്നവരൊക്കെ വലിയ ആവേശത്തിൽ ഇന്ന് രാവിലെ തന്നെ നിലമ്പൂരിൽ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിരുന്നു. പക്ഷേ നേതാക്കൾ ആരും തന്നെ എത്തിയില്ല. അത് ഈ സംഘടനാ ചുമതലയുള്ള ഈ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റായ A.P. അനിൽകുമാർ പോലും എത്തിയില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഈ വി.എസ്. ജോയിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി വി.എസ്. ജോയിക്ക് സീറ്റ് നൽകണമെന്ന താല്പര്യം നേരത്തെ തന്നെ A.P. അനിൽകുമാറിനും K.C. വേണുഗോപാലിനും ഒക്കെ ഉണ്ടായിരുന്നതാണ്. അതെല്ലാം പിന്നീട് മറികടന്നാണ് ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി വരുന്നത്. അത് സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കോൺഗ്രസിനകത്ത് കല്ലുകടിയാണ്. ആദ്യ മിനിറ്റിൽ തന്നെ കോൺഗ്രസിൽ കല്ലുകടി ഉണ്ടാകുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള പ്രചരണത്തിന്റെ ചുമതലയുള്ള A.P. അനിൽകുമാർ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ, വർക്കിംഗ് പ്രസിഡന്റാണ് അടക്കമുള്ളവർ ഇതിൽ നിന്ന് ഈ സ്ഥാനാർത്ഥി പ്രചരണം തുടങ്ങുന്ന സമയത്ത് വിട്ടുനിൽക്കുകയായിരുന്നു. ജില്ലയിൽ തൊട്ടടുത്ത വീട്ടിലുണ്ടായിട്ടും പങ്കെടുത്തില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അതൃപ്തികൾ ഇങ്ങനെ ഓരോന്നായി പുറത്തേക്ക് വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ A.P. അനിൽകുമാർ അടക്കമുള്ളവർ സ്ഥാനാർത്ഥി U.D.F പ്രചരണം തുടങ്ങുന്ന പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത്. വിവരങ്ങളാണ് സ്വാലിഹ് നൽകിയത്.